ആ എടാ എവിടാ? ഞാനേ രജനിയുടെ വീട് വരെ ഒന്ന് പോവാ. രാഷ്ട്രീയപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. വൈകിട്ടത്തെ കാര്യം മറക്കല്ലേ. ഡാ, വൈകിട്ട് പരിപാടി ഉള്ളതുകൊണ്ടല്ലേ രാത്രിയിലെ ചർച്ച പകലാക്കിയത്. എടാ നീ ആ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ എനിക്ക് ആ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്തേ. റിസോർട്ടോ? ഏത് റിസോർട്ട്? എടാ, അത് റിസോർട്ടൊന്നുമല്ല, ഒരു വീടാ. ചുറ്റിനും മരങ്ങൾ, നല്ല ആംബിയൻസ്. ഒരു റിസോർട്ടിലും കിട്ടില്ല മോനെ ആ ഫീല്. എടാ ഞാൻ ആ ബിനോയെ ഒന്ന് വിളിച്ച് നോക്കട്ടെ വൈകിട്ട് എപ്പോഴാണ് വരുന്നതെന്ന്. ഓക്കെ. നാറി ആ റിസോർട്ടിന് കൊടുത്ത പൈസ മൊത്തം മുക്കിയെന്ന് തോന്നുന്നു. എൻ്റെ അച്ഛനെ എങ്ങനെ ഇരുന്ന് രക്ഷിക്കണുണ്ടോ? എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ തൻ്റെ അച്ഛൻ പൊട്ടം കെട്ടി കിടക്കുന്നു അല്ലല്ലോ, കോമയിലല്ലേ, സമയമെടുക്കും. ആ എടാ നീ വൈകിട്ട് എപ്പോൾ എത്തും? എടാ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 2-3 ഫ്രണ്ട്സും കാണും. ഇന്നത്തെ പാർട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പാലക്കാട് പോകാനുള്ള. ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നേ. ഹലോ. ആ എടാ നീ വൈകിട്ട് എപ്പോൾ എത്തും? ഷൂട്ട് ഇപ്പോൾ തീരൂടാ. ബർത്ത്ഡേ ബോയ് എന്ത് പറയുന്നു? അവൻ രാവിലെ കാവ്യയെ കാണാൻ പോയിട്ടുണ്ട്. എനിക്ക് ഈ കടയിലൊന്ന് കയറണം. ആ, എനിക്കൊരു സാധനം മേടിക്കാനാ. അതെൻ്റെ കൂട്ടുകാരൻ്റെ കടയാ, ധൈര്യമായിട്ട് കയറിക്കും. അവനിവിടെ ഇല്ലേ? സാറ് വീട് വരെ പോയേക്കുവാ. നീ ആവശ്യമുള്ള എടുത്തിട്ട് പോവാ കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കാനാ. ആ കുട്ടി അത് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ. എന്തു പറ്റി? എനിക്ക് ഈ മാല ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഇഷ്ടപ്പെട്ടാ വാങ്ങിക്കണം. ഇതിപ്പോൾ കൊടുക്കത്തില്ലെന്ന്. കൊടുക്കത്തില്ലേ? അതെന്നാ? സാർ ഇത് വേറൊരു കുട്ടി സെലക്ട് ചെയ്തിരിക്കുന്ന മാലയാ. സെലക്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, വാങ്ങിച്ചില്ലല്ലോ. ആ കുട്ടി ക്യാഷ് എടുക്കാൻ പോയിരിക്കുക. ഇതിന്റെ റേറ്റ് എത്രയാ? 350. ഇത് 1000 രൂപയുണ്ട്. ബാക്കി ക്യാഷ് ആ കൊച്ചിന് വേറൊരു മാല വാങ്ങിച്ചു കൊടുത്തോട്ടോ. എന്നടാ? ആ നീ വന്നോ? എടാ എനിക്ക് ഈ മാല ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് തരത്തില്ലെന്നാ നിന്റെ സ്റ്റാഫ് പറയുന്നത്. ആയെന്നാ? അങ്ങനെയല്ലല്ലോ സാർ ഞാൻ പറഞ്ഞത്. വേറൊരു കുട്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കാന്നല്ലേ. സെലക്ട് ചെയ്യില്ലേ ഉള്ളൂ, ആ കുട്ടി വാങ്ങിച്ചില്ലല്ലോ. അഥവാ ആ കുട്ടി വന്നില്ലെങ്കിൽ ഇത് ആർക്കും ഇല്ലാതാവില്ലേ? ആരാ സെലക്ട് ചെയ്ത്? അറിയാവുന്നവർ ആരെങ്കിലും ആണോ? നമ്മുടെ ഐശ്വര്യ സിൽസി നിൽക്കുന്ന കുട്ടിയാ, കാവ്യ. അത് ഇന്നലെ ഇവിടെ വന്നല്ലേ? അത് ഈ മാല നോക്കാൻ വന്നതാ. എനിക്കറിയാവുന്ന കുട്ടിയാടാ. കുറച്ച് ദിവസമായിട്ട് ഈ മാലയുടെ പുറകെ ഇങ്ങനെ നടക്കുക. നീ ഒന്നേ നാണം കെടുത്തരുത്. കൂട്ടുകാരൻ്റെ കടയാന്നും പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് വന്നാ. ഈ മാല മേടിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത് 1000 രൂപയുണ്ട്. നീ ആ കുട്ടിക്ക് വേറൊരു മാല വാങ്ങിച്ചു കൊടുക്കും. ഞാനിപ്പോൾ അതങ്ങ് എടുക്കുക. എടാ, കുട്ടി വരുമ്പോൾ ഞാൻ ഇനി എന്നാ പറയും? പോയി ചാൻ പറടാ. ഹാപ്പി ബർത്ത്ഡേ.
ഇതാണോ നല്ല വൈബ് സ്ഥലം എന്ന് പറഞ്ഞത്? കണ്ടിട്ട് തന്നെ പേടിയാവുക. ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയ സ്ഥലം. എടാ, റിസോർട്ടുകളിൽ മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കണം. ഇത്തവണത്തെ ബർത്ത്ഡേ നീ ഒരിക്കലും മറക്കില്ല. ഉം, ഉം. ഇതെന്നാണ് ഇവിടെ ഇരിക്കാനൊരു കസേര പോലും ഇല്ലല്ലോ. നീ ഇവിടെ ഇരിക്കാൻ വന്നോ? വെള്ളം അടിച്ചിറക്കാൻ എനിക്ക് ഈ തറ പോരെ. ചുരുക്കി പറഞ്ഞ കിടക്കാൻ കട്ടിൽ പോലും നടത്തും. വലിയ റിസോർട്ടാന്ന് പറഞ്ഞാൽ ബിനോയ് വരുന്നത്. അവൻ്റെ കൂടെ 2 ഫ്രണ്ട്സും ഉണ്ട്. അവനോട് ഞാൻ എന്ത് പറയും എന്തോ. ഇവിടെ ലൈറ്റും ഇല്ലടോ വേ. ആ, ലൈറ്റുണ്ട്, ലൈറ്റുണ്ട്. ഞാൻ നിങ്ങളെ വിളിച്ചായിരുന്നു കവല വെച്ച് കുറേ നേരം. ആ, ഞാൻ കേട്ടില്ലേ ചേട്ടാ. ഇടാ, ഇത് നമ്മുടെ കുഞ്ഞിക്കുട്ടൻ ചേട്ടൻ കേട്ടോ. നമ്മുടെ വീടൊക്കെ നോക്കി കിടക്കുന്ന ആളാ. നല്ല മനുഷ്യനാ കേട്ടോ. എടാ മോനെ, അത് നാടൻ വാറ്റാ, മറ്റേത് മിലിറ്ററിയാ. ഇത് മാത്രമേ ഉള്ളൂ? അല്ല മോനെ, പുറത്ത് വേറെ ഇരിപ്പുണ്ട്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. വേണ്ട ചേട്ടാ, ഞങ്ങൾ എടുത്തോളാം. എന്നാ ഞാൻ പോക്കോട്ടെ? ഓക്കെ, അങ്ങനെ ആട്ടെ. ഞാൻ പോയി അടുത്ത കുപ്പി എടുത്തിട്ട് വരാം. എടാ, അവിടെ ആരോ ഉണ്ട്. ആര്? എടാ, ഞാൻ കാലിച്ച് കേട്ടടാ. പ്രേതായിരിക്കടാ. ആയിരിക്കോ? പോട്ടൻ അതും വിശ്വസിച്ച്. വാ, നമുക്ക് നോക്കാം. നീ പോയി നോക്ക്, ഞങ്ങളില്ല. പേടിച്ചൂറുകള് ഇങ്ങോട്ട് വാടാ. വാതിലോർക്കടാ. പിന്നെ ഖജനാവിന്റെ വാതിലില്ലേ, നീ തന്നെ അങ്ങ് തുറന്നാ മതി. ഇവിടെയൊന്നും ആരുമില്ലടാ. ദേ ആ ജനല് തുറന്നു കിടക്കുന്ന കണ്ടില്ലേ? അതിലൂടെ കാറ്റ് വന്ന സൗണ്ടായി കേട്ടെ. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അത് പ്രേതാടാ. പ്രേതല്ലടാ, നിന്റെ കുഞ്ഞമ്മയുടെ കെട്ടി ഇതാടാ നാറി. നല്ല വൈബ് സ്ഥലമാണെന്ന് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. നമ്മളെല്ലാം ഒന്നാമത് നന്നായിട്ട് പേടിച്ചിരിക്കുക. എല്ലാവരും നന്നായിട്ട് മദ്യവെച്ചിട്ടുണ്ട്. ഇപ്പൊ വണ്ടി എടുത്ത ഉറപ്പായിട്ട് ആക്സിഡന്റ് ഉണ്ടാവും. ഇവൻ അതൊക്കെയാ പറയുന്നത്. നമ്മൾ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? ഇവിടെ അടുത്തൊരു ചർച്ച ഉണ്ട്. എനിക്കറിയാവുന്ന ഫാദർ അവിടുത്തെ വികാരി. ഇന്ന് നൈറ്റ് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. എന്നിട്ട് നമുക്ക് നാളെ ആലോചിക്കാം. എത്രയും പെട്ടെന്ന് വാ. വണ്ടി നിർത്ത്. വിനയ് വിളിക്കുന്നു. എടാ, അവനോട് പറ ആ വീട്ടിലേക്ക് പോകല്ലെന്ന്. എടാ, എവിടെയാണ് വിനയ്, നീ ആ വീട്ടിലോട്ട് ഇപ്പൊ കയറരുത്. അതെന്താ? എടാ, അവിടെ പ്രേതമുണ്ടെന്ന്. ആഹാ, എന്നിട്ട് നിന്നെ പ്രേതമൊക്കെ പിടിച്ചാ? എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫ് ആകും, വേഗം വാ. ഹലോ ഹലോ. ഓ എടാ, അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയെന്ന് തോന്നുന്നു. ഓ, പറയാൻ നോക്കുന്നു, സ്വിച്ച് ഓഫ് ആയി. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ചർച്ചിലോട്ട് പോക്കൂ. ഞാൻ വിനയം കുട്ടി അങ്ങ് വന്നേക്കാം കേട്ടോ. അപ്പൊ നിങ്ങളെങ്ങനെ പോവും? എടാ, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, ഞങ്ങൾ ഓടി പൊക്കോളാം. ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവനെയും കൂട്ടി അവന്റെ വണ്ടിയിൽ അങ്ങ് വന്നേക്കാം. എടാ, അത് ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ മാനേജ് ചെയ്തോളാം, നീ ധൈര്യമായിട്ട് നോക്കൂ. പിന്നെ എന്നെ അവന്മാർ പേടിപ്പിക്കാൻ നോക്കുന്ന. ഇവിടെ എന്നാ വെട്ടവും വിളിച്ചൊന്നില്ലേ? ഫ്യൂസ് വല്ലതും പോയതാണോ? തൻ്റെ മൊബൈലിലെ ടോർച്ചും തെറിച്ചെന്നേ. ഈ
ഇവിടെ എവിടെയാണ് ആ ഫ്യൂസ്? നിങ്ങൾ ചുമ്മാ നോക്കി നിൽക്കാതെ ഫ്യൂസ് എവിടെയാന്ന് നോക്ക്. ഇതാരാ? ഫ്യൂസ് നോക്കാൻ പറഞ്ഞിട്ട് രാത്രിയുടെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുക. ഹലോ, നീയൊക്കെ എന്നെ കൊല്ലാനാടാ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നെ? എടാ നിന്നോട് ആദ്യമേ പറഞ്ഞാലേ ഇതിനകത്ത് പ്രേതം ഉണ്ടെന്ന്. ഓടണ്ട, ഇവരെന്റെ കൂടെയുള്ളവരാ, എന്റെ കൂട്ടുകാരാ. നിക്കടാ. ഇത് ഡോക്ടർ എന്തു? ഇത് ഡോക്ടർ അമല. ഇത് ഡോക്ടർ എന്തു? ഇത് ഡോക്ടർ അമല. മറ്റേത് നഴ്സ് പ്രിയ. ഇതാണോടാ റിസോർട്ട്? പരിചയപ്പെടുത്തലൊക്കെ പിന്നെയാ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ഇവിടെ പ്രേതം ഉണ്ടെന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? തുറക്കുന്നില്ല. എന്താ പോണില്ലേ? പോണമെന്നുണ്ട്. ദേ ബിനോയ്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ പോണം. പറ്റുവാണ് എന്നെ കൂടെ കൊണ്ടുപോണേ. നിന്നോടൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ ഉടായ്പിനെ വിശ്വസിക്കരുതെന്ന്. ഉടായിപ്പോ സന്തോഷായില്ലേ നിനക്ക്? മതിയായി, ഇതിവിടെ അവസാനിക്കണം. വാട നമുക്ക് സംസാരിക്കാം ആ പ്രയത്നോട്. എന്താ പോണില്ലേ? പിന്നെ കുന്തം പിടിക്കാൻ ഒരു നിന്നിട്ട് തന്നെ കാര്യം? ഇതിന്റെ അവസാനം വേണ്ടേ? നിനക്ക് പേടിയില്ലേ? പേടിയില്ലാഞ്ഞിട്ടാണോ? പേടിച്ച് ഉള്ളി നിൽക്കുക. പക്ഷെ നമുക്ക് തീർക്കണ്ടേ? ഇതൊരു ജീവൻ പറഞ്ഞ പോരാട്ടാ. രണ്ടിലൊന്ന് ഇന്നറിയണം. എൻ്റെ കൂടെ വരേണ്ടവർക്ക് വരാം. വാടാ. ഒരു മേസ്ത്രി പ്ലേസ് ആണ് തോന്നുന്നു. മേസ്ത്രി അല്ലടോ, മിസ്റ്ററി. ഇവിടെ സെന്റിന് എന്ത് വില ഉണ്ടാവും? ഇവർക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ബോധം കെടാൻ പറ്റുന്നത്? എനിക്ക് പറ്റുന്നില്ലല്ലോ. ഹായ്. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. എനിക്കൊരാഗ്രഹമുണ്ട്. അത് സാധിച്ചെന്നാൽ ഞാൻ പൊക്കോളാം. എനിക്ക് മോക്ഷവും കിട്ടും. എന്താ വേണ്ടേ? ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണ് ഞങ്ങൾ സാധിച്ചു തരാം. താൻ എന്തായി പറയുന്നേ? അയാൾക്ക് വേണ്ടത് നമ്മളിൽ ഒരാളുടെ ജീവനാണെങ്കിലോ? എന്റെ ജീവിതം ഞാൻ തരില്ല. ഞാനിപ്പോ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ നിങ്ങളൊക്കെ വെടി തീർന്നിരിക്കുന്നതാണല്ലോ, കുഴപ്പമില്ല. ഓ, നിങ്ങളൊക്കെ പിന്നെ അമിതാഭ് ബച്ചനാണല്ലോ. എന്താ വേണ്ടെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. എനിക്കൊരു ലഡു കഴിക്കണം. അത് നിങ്ങൾ വാങ്ങിത്തരണം. ആ അതെ, ലഡു. ഞാൻ തോമസ്. ഓരോരുത്തരും മരിക്കുന്നതിനും ഓരോ കാരണങ്ങളുണ്ടാവില്ലേ? ആക്സിഡന്റ്, കൊലപാതകം, ആത്മഹത്യ, അങ്ങനെ പല കാരണങ്ങളും. ആഗ്രഹങ്ങൾ ബാക്കിയാക്കി മരിക്കുന്നവർ ഈ ലോകത്ത് തന്നെ കാണും. ഗതി കിട്ടാത്ത ആത്മാക്കളായി എന്നെപ്പോലെ.
ഷുഗർ കൂടില്ല എന്നുള്ള കാരണം പറഞ്ഞ് വീട്ടുകാരെനിക്ക് ലഡു തരില്ലായിരുന്നു. ഒരു ദിവസം ലഡു കഴിക്കാൻ ആരും കാണാതെ കടയിലേക്ക് പോയതാ. വണ്ടി ഇടിച്ച് മരിച്ചു. ലഡു കൂടി ഇരിപ്പുണ്ട്, ഇവന് വേണ്ടി മേടിച്ചാ. പക്ഷെ എങ്ങനെ കഴിക്കാൻ പറ്റും? നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? ലഡു എൻ്റെ മുൻപിൽ വെച്ചാൽ മതി. അതെൻ്റെ കൺമുന്നിലെത്തുന്നതോടെ എനിക്ക് മോക്ഷം കിട്ടും. മണ്ണിനടിയിലോട്ട് പോയോ? ഇനി ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടണം. വാ വാ. കുഴപ്പമൊന്നുമില്ല ഫാദർ. ഒരു ലഡു തിന്നാൻ കൊതിച്ചു വന്നൊരു ആത്മാവ്, പേര് തോമാച്ചൻ. എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി മോക്ഷവും കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങ് എത്തിക്കാണുമായിരിക്കും. ധ്യാനത്തിനിടയിൽ നിന്നും ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ഒരു കാര്യം പറയാനാണ്. നിങ്ങൾ കരുതുന്ന പോലെ തോമസിൻ്റെ ആത്മാവ് മാത്രമല്ല ഈ വീട്ടിലുള്ളത്. മറ്റൊരാൾ കൂടിയുണ്ട് ഈ വീട്ടിൽ. അതൊരു പെൺകുട്ടിയുടെ ആത്മാവാണ്. നിങ്ങളെ ഭയപ്പെടുത്തിയതും പിന്തുടർന്നതും തോമസിൻ്റെ ആത്മാവല്ല, അവളാണ്. അവളെ നിങ്ങളുടെ അടുത്ത് എത്തിക്കാതെ ഇതുവരെ തടഞ്ഞു നിർത്തിയത് നിങ്ങളുടെ കൂടെയുള്ള ഏതോ ഒരു ശക്തിയാണ്. ഇതെവിടുന്ന്? ഇതെന്റെ പിറന്നാളിന് എൻ്റെ അമ്മ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് കെട്ടിയ ചരടാ. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ശക്തി. അവളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ആ ശക്തി. ബെസ്റ്റ്. തള്ള മോന് മാത്രം കെട്ടിക്കൊടുത്തു, ബാക്കിയുള്ളവർ ചത്ത തൊലഞ്ഞോട്ടെന്ന്. അപ്പൊ ഞങ്ങളുടെ കാര്യം പോക്കാ അല്ലേ ഫാദർ? അതെന്താ? ഞങ്ങളുടെ കയ്യിൽ അതില്ലല്ലോ. ഇവനാണ് നിങ്ങളുടെ ആ ശക്തി. അങ്ങനെയാണെങ്കിൽ തോമസിന് ഇത് ബാധകല്ലേ അച്ചോ? ക്രിസ്ത്യൻ വിശ്വാസപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ നടത്തി കല്ലറയിൽ അടക്കം ചെയ്തിട്ടുള്ള ഒരു ആത്മാവാണ് തോമസിൻ്റേത്. ദൈവത്തിന് വിധേയപ്പെട്ട് നിൽക്കുന്ന ആത്മാവ്. പക്ഷേ ഈ പെൺകുട്ടിക്ക് അവളുടെ മതവിശ്വാസപ്രകാരമുള്ള ഒരു സംസ്കാര ചടങ്ങുകളും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ആത്മാവ് ദൈവത്തോട് കടപ്പെട്ടിട്ടില്ല. നിങ്ങളെ പിന്തുടർന്നാണ് അവളിവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാത്ത എന്തോന്ന് നിങ്ങളുടെയും ആ പെൺകുട്ടിയുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തണം. അതിന് നിങ്ങൾ ഒരിക്കൽ കൂടി ഈ വീട്ടിലോട്ട് തിരിച്ചു കയറണം. ദൈവിക സാമീപ്യമുള്ളതൊന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവരുത്. ഈ ചരട് പോലും. ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാണ് അച്ഛനെപ്പോൾ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അപകടത്തിലേക്ക് പോകണമെന്നാണോ അച്ഛൻ പറയുന്നത്? എൻ്റെ പൊന്നച്ഛ, എന്നാലും ഞങ്ങൾ ഇനി ഈ വീട്ടിലോട്ടില്ല, ഞങ്ങൾ പോവാം. എൻ്റെ പൊന്നച്ചോ, ഞങ്ങളെ വിട്ടേര്. വാടാ, നമുക്ക് പോവാം. നിങ്ങൾ എതിർത്ത് പോകാൻ ഒരുങ്ങുന്നത് മരണത്തെയാണ്. നിങ്ങൾ എവിടെ പോയാലും അവൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. ഇങ്ങനെ ജീവിക്കാനും സമ്മതിക്കില്ല. അവളിൽ നിന്ന് ഒളിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഓരോ രാത്രികളിലും തോന്നലായിരിക്കുമെന്ന് കരുതി നമ്മൾ കേട്ടിട്ടുള്ള ഓരോ ചെറിയ അനക്കങ്ങളും ശബ്ദങ്ങളും ഒന്നും തോന്നലുകളല്ല. അതെന്തൊക്കെയോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിസ്സഹായരായ ഭാവ ആത്മാക്കളാണ്. അതിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരും ഉണ്ടാകും. അതുപോലൊരാത്മാവാണ് ഈ വീട്ടിലുള്ളത്. അതിന് പറയാനുള്ളത് കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്ക്. 150 വർഷങ്ങൾക്ക് ശേഷം പ്രദോഷ നാളിൽ നടക്കുന്ന ചന്ദ്രഗ്രഹണമാണ് നാളെ. ആ ദിവസം ദൈവശക്തിയേക്കാൾ ദുഷ്ടശക്തികൾക്ക് വീര്യം കൂടുതലായിരിക്കും. മോക്ഷം കിട്ടാതെ നിൽക്കുന്ന ആത്മാക്കളെ ദുഷ്ടശക്തികളുടെ അടിമകളാക്കും. ആ രണ്ട് ശക്തികൾ ഒത്തുചേർന്നാൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഗ്രഹണത്തിന് മുമ്പ് അവിടെയുള്ള ആ ആത്മാവിന് മോക്ഷം കിട്ടിയിരിക്കണം. അതിന് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ധൈര്യമായി പൊയ്ക്കോളൂ. അവളെ കണ്ടപ്പോൾ തന്നെ ഉള്ള ജീവൻ പോയി. ഇനി വീണ്ടും കാണണോ? നമ്മൾ ഭയത്തോടെ ഏത് കാര്യത്തെ സമീപിച്ചാലും ഭയപ്പെടുത്തുന്ന അനുഭവമായിരിക്കും നമ്മൾക്കുണ്ടാവുക.
മറിച്ചതിനെ നിസ്സാരമായി കണ്ടാലോ? ആ പ്രശ്നം വെറും നിസ്സാരമായിരിക്കും. അവളെ സഹായിക്കാനുള്ള മനസ്സുമായി നിങ്ങൾ അവളുടെ മുന്നിൽ ചെന്നാൽ അവളൊരു സാധാരണക്കാരിയായി നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. ഒരു രക്ഷയുടെ പിൻബലമില്ലാതെ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി പറ, നീ ആരാ? നിനക്കെന്താ വേണ്ടേ? എല്ലാവരുടെയും കൂടെ സന്തോഷിക്കാൻ ഒരു ദിവസം, എന്നും ഓർത്തു വെക്കാൻ കുറച്ച് നല്ല ഓർമ്മകൾ, അത്രയും ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. ഒരാളെ പോലും ദ്രോഹിക്കണമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല. പിന്നെ എന്തിനാ ഞങ്ങളെങ്ങനെ ദ്രോഹിക്കുന്നത്? ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത്. നിനക്കൊക്കെ അങ്ങ് ബോധം പോയാൽ മതി. ബാക്കിയുള്ളവനെ പെടാൻ പോകുന്നത്. നേരെ നിൽക്കടി. ഞാൻ എന്ത് ദ്രോഹിച്ചെന്ന്? തന്റെ കഴുത്തിൽ കിടക്കുന്ന മാല അത് തനിക്ക് എവിടെ നിന്ന് കിട്ടി? ഇതെന്റെ സുഹൃത്തിന്റെ അവിടെ നിന്ന് വാങ്ങിച്ചു. വാങ്ങിച്ചതല്ലോ, വേറൊരാൾക്ക് സ്വന്തം ആകേണ്ടിരുന്ന തട്ടിയെടുത്തല്ലേ? എടാ, കുട്ടി വരുമ്പോ ഞാൻ ഇനി എന്നാ പറയും? പോയി ചാൻ പറടാ. ചേച്ചി, ആ മാല എന്തേ? ദേ സാറിനോട് ചോദിക്കേ. കാവ്യ വേറെ മാല സെലക്ട് ചെയ്തു. ക്യാഷ് ഒന്നും നോക്കണ്ട. ക്യാഷ് മാത്രമല്ലല്ലോ ചേട്ടാ, നമ്മുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? അത് വേറെ ആൾ എടുത്തോണ്ട് പോയി. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട തട്ടിയെടുക്കുന്നത് ശരിയാണ് ചേട്ടാ. ഞാൻ പറഞ്ഞു വെച്ചിട്ട് പോയതല്ലേ അത്. ആ പുള്ളി എങ്ങോട്ടാ പോയേ? ആ സിഗ്നലിൽ നിൽക്കുന്ന ബുള്ളറ്റില്ലേ, അവരാ അത്. എടാ, കാവ്യ എന്ന് പറയുന്ന കുട്ടിയില്ലേ, അത് ആക്സിഡന്റിൽ മരിച്ചു. നിങ്ങളുടെ പുറകെ മാലയ്ക്ക് വേണ്ടി വന്നതാ. സത്യത്തിൽ ആ കുട്ടി സെലക്ട് ചെയ്ത മാലയാ നിങ്ങൾ എടുത്തോണ്ട് പോയത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലേ? അത് പിന്നെ ഞാനതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ചില വാക്കുകൾ അങ്ങനെയാണ് നിരഞ്ജൻ. ആ സിറ്റുവേഷനിൽ പറഞ്ഞു പോകുന്നതായിരിക്കും. പക്ഷേ 7 വർഷം കൂടി എൻ്റെ ഹരിയേട്ടൻ വരുവാ നാളെ. കടങ്ങളെല്ലാം തീർത്ത് സന്തോഷകരമായൊരു ജീവിതം, അതായിരുന്നു ഞങ്ങളുടെ സ്വപ്നം. ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു. അതിനു തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ജീവിതം തിരിച്ചു കിട്ടിയപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി കാണില്ലേ? ഒട്ടും പ്രതീക്ഷിക്കാതെ ജീവിതം നഷ്ടപ്പെട്ട എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. സഫലമാവാത്ത ഒരുപാട് മോഹങ്ങൾ. ജീവിച്ച് മതിയായിരുന്നില്ല എനിക്ക്. നിങ്ങളെപ്പോലെ എനിക്കുണ്ടൊരു കുടുംബം. എൻ്റെ ഹരിയേട്ടൻ, ഞങ്ങളുടെ പൊന്നുമോള്, അവരൊക്കെ ഇപ്പം എന്നെ ഓർത്ത് കരയുന്നുണ്ടാവും. സ്നേഹിച്ച് കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല എനിക്കവരെ. ഇനി കുറച്ച് സമയം കൂടെ ഞാൻ ഈ ഭൂമിയിലുണ്ടാവും. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവും. അറിയാത്ത ദൂരത്തെ ഏതോ വെളിച്ചത്തിന്റെ തുരുത്തിലേക്ക്. ആകാശത്തിലെ കോടാനുകോടി നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഞാനും ഒരു നക്ഷത്രമായി മാറും. അവിടെ എനിക്കൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരും ഉണ്ടാവും. നമുക്ക് മുന്നേ യാത്രയായവർ, നമ്മുടെ അച്ഛനമ്മമാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, അങ്ങനെ പലരും. നിങ്ങൾ എൻ്റെ ഹരിയേട്ടനെ കാണണം. ഈ മാല തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അവരോട് പറയണം ഞാൻ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന്. കാശുകൊണ്ട് നമ്മൾ പലതും തട്ടിയെടുക്കുമ്പോൾ ഒന്നോർക്കണം, അതിൻ്റെ യഥാർത്ഥ അവകാശികൾ വേറെയുണ്ടെന്ന്. ഈ മാല കാണുന്നവർക്ക് നിസ്സാരമായിരിക്കും, പക്ഷേ എനിക്ക് അത്ര വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ തേടി വന്നതും.